എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ന് കണ്ട കാഴ്ച ഓരോ ഇന്ത്യൻ ആരാധകന്റെയും ഹൃദയം അഭിമാനം കൊണ്ട് നിറയ്ക്കുന്നതായിരുന്നു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ഏകദിന മത്സരത്തിൽ ടീം ഇന്ത്യയുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ അഴിച്ചുവിട്ട കൊടുങ്കാട്ട് കണ്ട് സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. രോഹിത് സെഞ്ചുറി നേടിയത് മാത്രമല്ല, മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിയ ഒരു സെഞ്ചുറിയായിരുന്നു അത്. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ രോഹിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അദ്ദേഹം തന്നെ അവാർഡ് വിരാട് കോഹ്ലിക്ക് സമർപ്പിച്ചു. സെഞ്ചുറി നേടിയ ശേഷം ഗൗതം ഗംഭീരനും അജിത് അഗാർക്കറിനും മറുപടി നൽകിയ രോഹിത് താൻ 2027 ലോകകപ്പ് തീർച്ചയായും കളിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയായിരുന്നു. ഈ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കണ്ട ആവേശം ഒരു സിനിമാ കഥ പോലെയായിരുന്നു. ആദ്യ 2 മത്സരങ്ങൾ തോറ്റ് 2-0 പിന്നിലായിരുന്ന ഇന്ത്യൻ ടീം ഇന്ന് നടത്തിയ തിരിച്ചുവരവിൽ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് പോലും അമ്പരന്നു. ഇത് വെറുമൊരു വിജയത്തിനായുള്ള മത്സരമായിരുന്നില്ല, മറിച്ച് അഭിമാനം സംരക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു. ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യ തങ്ങൾ ഒരിക്കലും തോൽവി സമ്മതിക്കില്ലെന്ന് തെളിയിച്ചു. 236 എന്ന ഭേദപ്പെട്ട സ്കോറിൽ ഓസീസ് അവസാനിപ്പിച്ചപ്പോൾ 237 എന്ന വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യൻ ടീമിന് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മികച്ച തുടക്കം നൽകി. ആദ്യ വിക്കറ്റിൽ രോഹിതും ഗില്ലും 69 റൺസ് കൂട്ടിച്ചേർത്തു. 26 പന്തിൽ 24 റൺസ് എടുത്ത ഗിൽ പുറത്തായി. 69 റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായി ഇന്ത്യ. വിരാട് കോഹ്ലി ക്രീസിലെത്തിയതോടെ കാണികളുടെ ആവേശം വർദ്ധിച്ചു. കോഹ്ലിയും രോഹിത്തും ചേർന്ന് 2ാം വിക്കറ്റിൽ 50-ലധികം റൺസ് കൂട്ടുകെട്ടുണ്ടാക്കി. രോഹിത് 63 പന്തിൽ തന്റെ 60ാം ഏകദിന അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ഇന്ത്യയുടെ സ്കോർ 100 കടന്നു. കോഹ്ലി 56 പന്തിൽ തന്റെ 75ാം ഏകദിന അർദ്ധ സെഞ്ചുറി നേടി. വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ 70ാം തവണയാണ് കോഹ്ലി 50-ലധികം സ്കോർ നേടുന്നത്. ഇതോടെ ഈ നേട്ടത്തിൽ അദ്ദേഹം സച്ചിൻ തെണ്ടുൽക്കറെ പിന്നിലാക്കി. തുടർന്ന് തന്റെ ഇഷ്ട മൈതാനമായ സിഡ്നിയിൽ രോഹിത് തകർപ്പൻ സെഞ്ചുറി പൂർത്തിയാക്കി. കോഹ്ലി 60-ലധികം റൺസുമായി പുറത്താകാതെ നിന്നു. രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും മികച്ച കൂട്ടുകെട്ടിന്റെ സഹായത്തോടെ ഓസ്ട്രേലിയയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി ഇന്ത്യ 3ാം ഏകദിനത്തിൽ വിജയിച്ചു. ഈ 2 ബാറ്റ്സ്മാൻമാർ 2ാം വിക്കറ്റിൽ 168 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. 38.3 ഓവറിൽ ഒരു വിക്കറ്റിന് 237 റൺസ് നേടി ഇന്ത്യ വിജയിച്ചു. എങ്കിലും ഓസ്ട്രേലിയ 2-1 ഈ 3 മത്സരങ്ങളുടെ പരമ്പര സ്വന്തമാക്കി. ഓസ്ട്രേലിയൻ ക്യാമ്പിൽ ദുഃഖമുണ്ടായിരുന്നപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ഈ വിജയത്തിനു ശേഷം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ലഭിച്ചു. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സ്വീകരിക്കുന്നതിനിടെ രോഹിത് വികാരാധീനനായി ഇങ്ങനെ പറഞ്ഞു: "ഈ അവാർഡ് ലഭിച്ചപ്പോൾ എന്റെ ഹൃദയം നിറഞ്ഞു. സിഡ്നിയിൽ ഇന്ന് സംഭവിച്ചത് എനിക്കും എന്റെ ടീമിനും ഓരോ ഇന്ത്യൻ ആരാധകനും വളരെ സവിശേഷമാണ്. പക്ഷേ ഈ അവാർഡ് എന്റേതല്ല, എന്റെ സഹോദരൻ വിരാട് കോഹ്ലിയുടേതാണ്. അദ്ദേഹം മറുവശത്ത് ശാന്തനായി നിന്ന് എനിക്ക് തുറന്ന് കളിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അദ്ദേഹത്തിന്റെ 60-ലധികം റൺസിന്റെ നോട്ടൌട്ട് ഇന്നിംഗ്സും 75ാം ഏകദിന അർദ്ധ സെഞ്ചുറിയും ഇല്ലായിരുന്നെങ്കിൽ ഈ സെഞ്ചുറി ഒരുപക്ഷേ സാധ്യമാവുകയില്ലായിരുന്നു." വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ 70ാം തവണ 50-ലധികം സ്കോർ നേടി വിരാട് സച്ചിനെ പിന്നിലാക്കി. അത് എനിക്ക് പ്രചോദനമാണ്. ഞങ്ങളുടെ 150-ലധികം റൺസിന്റെ കൂട്ടുകെട്ട് ഓസ്ട്രേലിയയെ പ്രതിരോധത്തിലാക്കി. ഈ അവാർഡ് ഞാൻ വിരാടിന് സമർപ്പിക്കുന്നു. രോഹിത് അവാർഡ് കോഹ്ലിക്ക് കൈമാറി. ഇരുവരും ആലിംഗനം ചെയ്തപ്പോൾ സ്റ്റേഡിയം കയ്യടികളാൽ മുഖരിതമായി. ശേഷം തന്റെ സെഞ്ചുറി ഇന്നിംഗ്സിനെക്കുറിച്ച് രോഹിത് പറഞ്ഞു: "അതിങ്ങനെയായിരുന്നു. ആദ്യ 2 മത്സരങ്ങളിലെ തോൽവിക്ക് ശേഷം ഞങ്ങളുടെ മനോവീര്യം കുറവായിരുന്നു. പർത്തിലും അഡ്ലൈഡിലും ഞാൻ നന്നായി കളിച്ചെങ്കിലും വിജയിക്കാനായില്ല. ഇന്ന് സിഡ്നിയിൽ അഭിമാനം രക്ഷിക്കാനുള്ള പോരാട്ടമായിരുന്നു." ശുഭ്മാൻ ഗിൽ 24 റൺസിന് പുറത്തായപ്പോൾ സ്കോർ 69-1 സമ്മർദ്ദമുണ്ടായിരുന്നു. പക്ഷേ വിരാട് വന്നു. ഞാൻ തുടക്കം മുതൽ ആക്രമണോത്സുകമായ സമീപനം സ്വീകരിച്ചു. മിച്ചൽ സ്റ്റാർക്കിന്റെ 3ാം പന്തിൽ പുൾ ഷോട്ട് വഴി 4 നേടിയപ്പോൾ തന്നെ ഞാൻ എന്റെ ലക്ഷ്യം വ്യക്തമാക്കി. ഗില്ലുമായി ചേർന്നുള്ള 69 റൺസിന്റെ കൂട്ടുകെട്ട് അടിത്തറയിട്ടു. പിന്നീട് വിരാടുമായുള്ള 150-ലധികം റൺസിന്റെ കൂട്ടുകെട്ട് ഓസ്ട്രേലിയൻ ബൌളർമാരെ നിസ്സഹായരാക്കി. ഓസ്ട്രേലിയക്കെതിരെ ഇതെന്റെ 9ാമത്തെ സെഞ്ചുറിയായിരുന്നു. സച്ചിന്റെ റെക്കോർഡിനൊപ്പം എത്തി. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഓസ്ട്രേലിയയിൽ ഒരു വിദേശ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ റെക്കോർഡും ഞാൻ സ്വന്തമാക്കി. തുടർന്ന് ഗൗതം ഗംഭീരനും അജിത് അഗാർക്കറിനും രോഹിത് മറുപടി നൽകി: "എന്റെ ഫോം കഴിഞ്ഞു, പ്രായമായി, ഇനി വിരമിക്കാനുള്ള സമയമായി എന്നൊക്കെ ചിലർ പറയുന്നുണ്ടായിരുന്നു. ഗംഭീർ ഭായിക്കും അഗാർക്കർ സാറിനുമുള്ള എന്റെ മറുപടി ഈ സെഞ്ചുറിയാണ്. ഞാൻ 11 കിലോ ഭാരം കുറച്ചു, ഫിറ്റ്നസിൽ കഠിനാധ്വാനം ചെയ്തു. ഹിറ്റ്മാൻ ഇപ്പോഴും സജീവമായിട്ടുണ്ടെന്ന് തെളിയിച്ചു. ഞാൻ 2027 ലോകകപ്പ് തീർച്ചയായും കളിക്കും. ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കുന്നത് എന്റെ അഭിനിവേശമാണ്. അടുത്ത ലോകകപ്പിൽ ഞങ്ങൾ ട്രോഫിയുമായി മടങ്ങിയെത്തും. ഈ സെഞ്ചുറി ആ ദൗത്യത്തിന്റെ തുടക്കമാണ്." രോഹിത് തുടർന്നു: "സിഡ്നി എന്റെ ഇഷ്ട ഗ്രൗണ്ടാണ്. ഇവിടെ ഇതെന്റെ 3ാമത്തെ അർദ്ധ സെഞ്ചുറിയും 2ാമത്തെ സെഞ്ചുറിയുമാണ്. ആരാധകരുടെ എഴുന്നേറ്റുള്ള കയ്യടി, രോഹിത് രോഹിത് എന്ന അവരുടെ ആർപ്പുവിളി, ഇതെല്ലാം എനിക്കെല്ലാമാണ്. ഗൗതം ഭായിയുടെ പ്രതികരണം കണ്ടപ്പോൾ അദ്ദേഹവും അഭിമാനിക്കുന്നുണ്ടെന്ന് തോന്നി." അവസാനം ബൌളർമാരെ പ്രശംസിച്ച് രോഹിത് പറഞ്ഞു: "ഞങ്ങളുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് ബൌളർമാർക്കാണ്. ഹർഷിത് റാണ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, പ്രസിദ്ധ കൃഷ്ണ, മുഹമ്മദ് സിരാജ് എന്നിവർക്ക്. 1986 ശേഷം ഓസ്ട്രേലിയയിൽ ഞങ്ങളുടെ 6 ബൌളർമാർക്കും വിക്കറ്റ് ലഭിക്കുന്നത് ഇത് 2ാം തവണയാണ്. ഇത് ഞങ്ങളുടെ തന്ത്രത്തിന്റെ വിജയമായിരുന്നു.
183 റൺസിന് 4 വിക്കറ്റ് എന്ന നിലയിലായിരുന്ന ഓസ്ട്രേലിയ 236 റൺസിന് ഓൾ ഔട്ടായി. ഹർഷിത്തിന്റെ യോർക്കർ, സുന്ദരന്റെ LBW, അക്സറിന്റെ കരക്ക്, കുൽദീപിന്റെ തന്ത്രം ഇതെല്ലാം ചേർന്ന് ഓസ്ട്രേലിയയെ കുരുക്കിലാക്കി. മാത്രമല്ല ഫീൽഡിംഗിനെയും പ്രശംസിച്ചുകൊണ്ട് രോഹിത് സംസാരിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഫീൽഡിംഗ് കളിയുടെ ഗതി മാറ്റി. വിരാട് കോഹ്ലി സ്ക്വയർ ലെഗിൽ മാത്യു ഷോട്ടിന്റെ ക്യാച്ചെടുത്തു. അത് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. ശ്രേയസ് അയ്യർ അലക്സ് കാരിയുടെ ക്യാച്ചെടുത്തു. എങ്കിലും അദ്ദേഹത്തിന് പരിക്കേറ്റു. ഞാൻ സ്ലിപ്പിൽ ഓവന്റെയും മിഡ് വിക്കറ്റിൽ എല്ലിസിന്റെയും ക്യാച്ചെടുത്തു. KL രാഹുലിന്റെ വിക്കറ്റ് കീപ്പിംഗ് 22 റൺസ് രക്ഷിച്ചു. ഇത് ടീമിന്റെ മുഴുവൻ പ്രയത്നമായിരുന്നു. സിഡ്നിയിൽ 237 റൺസ് എന്ന ലക്ഷ്യം ചെറുതായിരുന്നു. പക്ഷേ സ്റ്റാർക്ക്, ഹേസൽവുഡ് എന്നിവരുടെ ബൌളിംഗിനെ മറികടക്കുക എന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. ഗില്ലിന്റെ ഭാവി ശോഭനമാണ്. അവൻ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ 2027 വരെ നിർത്തില്ല. രോഹിത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് പ്രായമായി എന്ന് ചിലർ പറയുന്നു. പക്ഷേ എന്റെ ബാറ്റ് മറുപടി നൽകുന്നു. സിഡ്നിയിലെ ഈ സെഞ്ചുറി എനിക്ക് സവിശേഷമാണ്. ഇതെനിക്ക് അഭിമാനമാണ്. ആരാധകർക്ക് സന്ദേശം നൽകിക്കൊണ്ട് രോഹിത് പറഞ്ഞു. ഇന്ത്യൻ ആരാധകരുടെ സ്നേഹമാണ് എന്റെ ശക്തി. സിഡ്നിയിൽ രോഹിത് രോഹിത് ഇന്ത്യ ഇന്ത്യ എന്ന ആർപ്പുവിളി കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ കളിക്കുന്നത് പോലെ തോന്നി. ആദ്യ 2 മത്സരങ്ങളിലെ തോൽവിക്ക് ശേഷം ചിലർ എന്നെ ട്രോളുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സെഞ്ചുറി അവർക്കെല്ലാമുള്ള മറുപടിയാണ്. ഞാനും വിരാടും ചേർന്ന് 101ാമത്തെ കൂട്ടുകെട്ടിൽ ചരിത്രം സൃഷ്ടിച്ചു. ഈ വിജയം മുഴുവൻ ടീമിന്റെയാണ്. അവസാനം രോഹിത് പറഞ്ഞു. ഈ വിജയം എനിക്കൊരു സെഞ്ചുറി മാത്രമല്ല, ഇന്ത്യയോടുള്ള എന്റെ അഭിമാനമാണ്. 2027 ലോകകപ്പിൽ ട്രോഫി നേടാൻ ഞാൻ സ്വപ്നം കാണുന്നു. ഗംഭീർ ഭായി, അഗാർക്കർ സർ, എന്റെ വിമർശകർ എന്നിവരോട് എനിക്ക് പറയാനുള്ളത് ഹിറ്റ്മാൻ ഇപ്പോൾ വിരമിക്കില്ല എന്നാണ്. സിഡ്നിയിലെ ഈ വിജയം എനിക്കൊരു പുതിയ തുടക്കമാണ്. ആരാധകരുടെ സ്നേഹം, കോഹ്ലിയുടെ പിന്തുണ, ഗില്ലിന്റെ ക്യാപ്റ്റൻസി, ബൌളർമാരുടെ ആവേശം ഇതെല്ലാം എനിക്ക് മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകുന്നു. അടുത്ത പരമ്പരയിൽ ഞങ്ങൾ കൂടുതൽ ശക്തരായി തിരിച്ചുവരും. ജയ് ഹിന്ദ്. രോഹിത് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. രോഹിത്തിന്റെ ഈ പ്രസ്താവന വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. വിരാടിന് അവാർഡ് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജനഹൃദയം കീഴടക്കി. സെഞ്ചുറിയിലൂടെ ഗംഭീരനും അഗാർക്കറിനും മറുപടി നൽകിക്കൊണ്ട് 2027 ലോകകപ്പിന്റെ പ്രഖ്യാപനവും അദ്ദേഹം നടത്തി. ഇതാണ് ഹിറ്റ്മാന്റെ ആവേശം. എന്തായാലും രോഹിത്തിന്റെ ഈ സെഞ്ചുറിക്കും പ്രസ്താവനയ്ക്കും നിങ്ങൾ 10ൽ എത്ര മാർക്ക് നൽകും? അദ്ദേഹം 2027 ലോകകപ്പ് കളിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.